കേരളത്തിലെ CPM-ൻ്റെ തന്തയാണോ അൻവർ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇയാൾ മാത്രം ഒരു കറ തീർന്ന സഖാവ്. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയെ, രാഷ്ട്രീയ പാർട്ടിയെ മര്യാദ പഠിപ്പിക്കാൻ ഇയാൾ മാത്രം ഒരു മഹാനായി ചമയുന്നു. എനിക്ക് ഏറ്റവും ലജ്ജാകരമായി തോന്നുന്നത്, ഒരു സാധാരണ MLA മാത്രമായ ഇയാളുടെ വായിൽ നിന്ന് വീഴുന്ന ഈ വർത്തമാനം മുഴുവൻ കേൾക്കാൻ പ്രൈം ടൈം ഡിബേറ്റുകൾ പോലും മാറ്റിവെച്ച് ചാനലുകൾ ക്യാമറകളും മൈക്കുമായി ചെല്ലുകയാണ്. എന്ത് വിരോധാഭാസമാണ് കേരളത്തിൽ നടക്കുന്നത്? സത്യത്തിൽ അത് അൻവറിനെ അല്ല പറയേണ്ടത്. സാർ ചോദിച്ച ചോദ്യം വളരെ കൃത്യമായി ചെന്ന് കൊള്ളേണ്ടത് നമ്മുടെ മീഡിയക്കാണ്. ഒരു മീഡിയ ഒരു മനുഷ്യനോ ഒരു വ്യക്തിക്കോ ഒരു സംഭവത്തിനോ അതിൻ്റെ പ്രൈമറി റിക്വയർമെൻറ്റ് നമുക്കറിയാലോ. അതിന് കൊടുക്കുന്ന ഡ്യൂ ഇമ്പോർട്ടൻസ്, കൊടുക്കേണ്ട ഒരു മിനിമം ഇമ്പോർട്ടൻസ്, ഒരു എന്തൊക്കെ പറഞ്ഞാലും 140 MLA-മാരിൽ ഒരു MLA മാത്രമാണ് അദ്ദേഹം. CPM-ൻ്റെ 190 MLA CPM-ൻ്റെ MLA അല്ല ഇയാൾ? അല്ല, എന്തായാലും ഇടതുപക്ഷത്തെ പിന്തുണക്കുന്ന, പിണറായി വിജയനെ പിന്തുണക്കുന്ന 100ഓളം 190 MLA-മാരിൽ ഒരാൾ മാത്രമാണ്. അതും മലബാറിൽ അല്ലെങ്കിൽ നിലമ്പൂരിൽ വളരെ ചെറിയൊരു ഏരിയയിൽ പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളാണ്. വാർത്തകൾക്ക് ടൈമാണല്ലോ. ഇപ്പോൾ വിഷ്വൽ മീഡിയക്ക് ടൈമാണ്, നമ്മളെ പ്രിൻ്റ് മീഡിയയിൽ സ്പേസാണ്. ഈ ടൈമും സ്പേസും നീക്കി വെക്കുന്നത് വാർത്തയുടെ അടിസ്ഥാനപരമായ ഒരു കാര്യത്തെ മുൻനിർത്തിയാകണം. ഇത് എത്ര പേർക്ക് താല്പര്യമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ എത്ര പേരിലേക്ക് എത്തേണ്ട ആവശ്യമുള്ള കാര്യമാണ്, എത്ര സമയം ചെലവഴിക്കാൻ മനുഷ്യൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു മീഡിയക്ക് എടുക്കാവുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള പ്രൈമറി എത്തിക്സ് പാലിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അൻവറിൻ്റെ ഒരു വ്യക്തിപരമായ ഒരു കൊച്ചു കാര്യമായി, അവൻ്റെ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് കാര്യമായി മാറ്റി നിർത്താവുന്നതേ ഉള്ളൂ ആ പ്രസ്താവന. ഇപ്പോൾ വിഷ്വൽ മീഡിയയിൽ കൂടി വന്ന 1 മിനിറ്റ്, അല്ലെങ്കിൽ ഈ സ്പീഡ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ടല്ലോ നമ്മളെ വലിയ വാർത്തകൾക്കിടയിൽ, അങ്ങനെ ഒരു സ്പീഡ് ന്യൂസിൽ 1 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കേണ്ട കാര്യമേ ഉള്ളൂ. അത് പ്രിൻ്റ് മീഡിയയിലാണെങ്കിൽ ഒരു ദിവസം അൻവർ ഇടഞ്ഞു എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുക്കാം, പിറ്റേന്ന് പിണറായി മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞൊരു വാർത്ത കൊടുക്കാം. അതുപോലും പതുക്കെ അകത്തെ പേജിലേക്ക് മാറി പിന്നെ വാർത്തയല്ലാതായി തീരേണ്ട സമയം കഴിഞ്ഞു. അത് അല്ല, ഇവിടെയാണ് ഇത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം പ്രസക്തമാകുന്നത്. കാരണം ഇതിൻ്റെ പിന്നിൽ നമ്മൾ കുറേ കാലമായിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ ചില പ്രത്യേക തരത്തിലുള്ള വാർത്തകൾ വരത്തില്ല, ചില വാർത്തകൾ വരും. അത് കൃത്യമായും ഫണ്ടമെൻ്റൽ ഇസ്ലാമിനെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വാർത്തയും വരത്തില്ല, അവരെ സൂചിപ്പിക്കുന്ന വാർത്തകൾ വരും. ഇപ്പോൾ അൻവറിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് അൻവറിനെ ബൂസ്റ്റ് ചെയ്യേണ്ടത് കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നതാണ്. ഒരു സംശയമില്ല, അൻവർ ചെയ്യുന്ന പച്ചയായ വർഗീയ കളി. മലപ്പുറം ജില്ലാ സെക്രട്ടറി RSSകാരനാണെന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ ഏതോ ഒരു ചാനലിൽ ഷാഫി ചാലിയം എന്ന് പറയുന്ന ലീഗിൻ്റെ നേതാവ് പറയുന്നത് കേട്ടു. ഞങ്ങൾക്കാർക്കും CPM മലപ്പുറം ജില്ലാ സെക്രട്ടറിയെക്കുറിച്ച് അഭിപ്രായമില്ല. അത് ഇതിനകത്ത് ജാതി മതം കുത്തിത്തിരുകാൻ ശ്രമിക്കുന്ന അൻവറിൻ്റെ ലൈനിൻ്റെ ഭാഗമാണെന്ന് ലീഗിൻ്റെ പ്രതിനിധിക്ക് പോലും പറയേണ്ടി വരുന്നു. അൻവർ കളിക്കുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണയോടെയുള്ളൊരു നാടകമാണ്. ഇപ്പോൾ മുഹമ്മദ് റിയാസ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഞാൻ ഇന്നലെ ഞെട്ടിപ്പോയി. ഇന്നലെ മീഡിയ 1 ചാനലിലെ പ്രൈം ടൈം ഡിബേറ്റ് നിഷാദ് റാവുത്തർ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. കാരണം പിണറായി വിജയൻ ഹിന്ദുവിലെ ലേഖനത്തിൽ എഴുതി 150 കിലോ സ്വർണം പിടിച്ചു, 123 കോടി രൂപ മലപ്പുറത്ത് നിന്ന് പിടിച്ചു. അങ്ങനെ പറയാമോ? അത് മലപ്പുറത്തെ ആക്ഷേപിക്കുകയല്ലേ? തീവ്രവാദ ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാൽ തെളിവുണ്ടോ? മുഖ്യമന്ത്രിക്ക് തെളിവുണ്ടോ എന്ന് ചോദിക്കാൻ ഈ നിഷാദ് റാവുത്തർ ആരാ? മുഖ്യമന്ത്രിയുടെ പക്കൽ തെളിവുണ്ടാവും, അതെല്ലാം പറയണമെന്നില്ല. അപ്പം 150 കിലോ സ്വർണം പിടിച്ചത് 123 കോടി രൂപ ഹവാലപ്പണം മലപ്പുറത്തുനിന്ന് പിടിച്ചു എന്ന് പിണറായി വിജയൻ പറഞ്ഞത് മാരകമായ തെറ്റാണ്, ഗുരുതരമായ തെറ്റാണെന്നാണ് മീഡിയ 1 പറയുന്നത്. അത് ആരുടെ താല്പര്യമാണ്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ പാതകം കഴിഞ്ഞ കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മീഡിയയാണ്, മലയാള മാധ്യമങ്ങൾക്ക് ബാധിച്ചൊരു അസുഖത്തെ പണ്ട് ഞാൻ വിളിച്ചിരുന്ന ഒരു പേര് സംഘിപ്പേടി എന്നാണ്. ഇവർ ഈ പറഞ്ഞ ഇസ്ലാമോഫോബിയ, സംഘിഫോബിയ ആണ് ഇവരെയൊക്കെ ബാധിച്ചിരിക്കുന്നത്. ഇസ്ലാമോഫോബിയ, എന്തെങ്കിലും ഒന്ന് ഒരു മുസൽമാൻ ഒരു കുറ്റകൃത്യത്തിൽ പ്രതിയായിട്ട് കണ്ടാൽ ഒരു മുസൽമാനെ അറസ്റ്റ് ചെയ്തു. കള്ളക്കടത്ത് കേസിൽ പോലും കള്ളക്കടത്ത് കേസ്, കാരിയേഴ്സ്, ഇപ്പോൾ അൻവർ ഉയർത്തുന്ന കേസുകളൊക്കെ കണ്ടില്ലേ? കള്ളക്കടത്തുകാരായ മുസൽമാന്മാരുടെ കേസ്, മുസ്ലിം കേസുകൾ മാത്രമാണ് പിടിക്കപ്പെടുന്നത്. അവരാണ്. മലപ്പുറത്ത് ക്രൈം ഏറുന്നു എന്നാണ് സുജിത് ദാസിനെ കുറിച്ചുള്ളൊരു കേസ്. അതെ, ക്രൈം ഏറുമ്പോൾ കേസുകൾ ഏറും.
കേസുകൾ കൃത്യമായി ചാർജ് ചെയ്ത് FIR ഇട്ട് അത് ബോധിപ്പിക്കേണ്ടത് അവരുടെ പ്രൊമോഷനും കാര്യങ്ങളും. അൻവർ തന്നെ പറയുന്നു ആ കണക്ക് തെറ്റാണ്. മലപ്പുറത്ത് 90% മുസ്ലിംസ് ആണെന്ന് പറയുന്ന കണക്ക് തെറ്റാണ്. ഇനി പോപ്പുലേഷനോ? അൻവർ എപ്പോഴും പറയും 90% മുസ്ലിങ്ങളുള്ള ജില്ല, അത് അൻവർ പറയുന്ന പച്ചക്കള്ളാണ്. അവരുടെ കണക്ക് ഇനി 90% ഉണ്ടെങ്കിൽ കേസുകൾ പിടിക്കപ്പെടും. 90%ത്തിലുള്ള സമുദായത്തിൽപ്പെട്ട ആളുകൾ കൂടുതൽ പ്രതികളാവും. സ്വാഭാവികമല്ലേ? ന്യായമായിട്ടുണ്ടാവും. അല്ല, അത് 90% ഇല്ല. അത് അടിയന്ത ഈ അൻവറിൻ്റെയൊക്കെ കണക്കുകളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മളൊക്കെ വല്ലാതെ അബദ്ധത്തിൽ ചെന്ന് ചാടുകയുള്ളൂ. ഈ അൻവറിനെ എന്തിനാണ് ആ തരത്തിൽ ഓതന്റിക് ആയിട്ടുള്ള ഒരു സ്വരമായിട്ട് എടുക്കുന്നത്? അല്ല, പിണറായി വിജയൻ മലപ്പുറത്ത് നിന്ന് 150 കിലോ സ്വർണം പിടിച്ചു, 121 കോടി രൂപ ഹവാലപ്പണം പിടിച്ചു എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ തെറ്റാവുന്ന എങ്ങനെയാണ്? അത് പറഞ്ഞുകൂടെ മുഖ്യമന്ത്രിക്ക്? അല്ല, അതിലെന്താ തെറ്റെന്നേ? അത് പറയേണ്ടതുമല്ലേ? ഞാൻ ഇതിനൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുള്ളൂ. അൻവർ ഇപ്പോൾ ഈ മീഡിയ ഇത് അൻവർ ഇതിപ്പോൾ ഏത് തരത്തിലൊക്കെയാണ് ഇതിൻ്റെ സംഗതി വരുന്നത്? ഒന്ന്, കേരളത്തിലെ ഭരണകൂടം, പോലീസ് ഉദ്യോഗസ്ഥന്മാർ മൊത്തമായി മുസ്ലിം വിരുദ്ധമായി തീർന്നിരിക്കുന്നു. അതിന് പിണറായി വിജയൻ മുഖേന RSSുമായി ഒരു ബാന്ധവമുണ്ട്. ഇതിനൊക്കെ പേരെന്താ യഥാർത്ഥത്തിൽ? ഇവരെ ബാധിച്ചിരിക്കുന്ന ഈ ഫോബിയയെ എതിർക്കേണ്ടിയിരിക്കുന്നു എന്ന ഈ മോദി വന്നതിന് ശേഷമുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയല്ല, പ്രതിപക്ഷക്കാരെയല്ല, ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള നമ്മുടെ മീഡിയകളെ. അതിനുവേണ്ടിയുള്ള ആക്രോശങ്ങളും മീഡിയ ആക്ടിവിസ്റ്റുമാണ് ഇവർ കാണിക്കുന്നത്. മലപ്പുറംകാർ ഹവാല കേസ് നടത്തുന്നു. ഹവാലയിലൂടെ 123 കോടി കടത്തിയത് പിടിച്ചാൽ, 150 കോടിയുടെ സ്വർണം പിടിച്ചാൽ അത് പറയാൻ പാടില്ലേ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല സാർ, ഇപ്പോൾ കള്ളക്കടത്ത്, ഹവാല എന്ന് പറയുന്നത് മലപ്പുറത്തൊരു വാർത്തയേ അല്ല. മലപ്പുറത്ത് മാത്രമല്ല, അറിയാലോ, അതിപ്പോൾ വ്യാപകമായിട്ടുണ്ട്. പക്ഷേ മലപ്പുറത്ത് കുറച്ച് കൂടുതലാണ്. കാരണം സാഹസികമായിട്ട് ഇതൊക്കെ കടത്തിക്കൊണ്ടുവരാനും ഒളിപ്പിക്കാനും എത്തിക്കാനും ഒക്കെ വിദഗ്ധന്മാരാണ്. ഇവർക്ക് എത്രയോ കാലമായിട്ട് പരിചയമുണ്ട്. അല്ല, അത് നടക്കുന്നില്ലേ? മാഷ്ക്ക് അറിയാലോ. തീർച്ചയായിട്ടും നടക്കും. അത് മുഖ്യമന്ത്രി പറഞ്ഞാൽ തെറ്റാവുന്ന എങ്ങനെയാ? അത് RSSകാരെ സൂചിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പറയുന്നതാണ് അത്രേ. എനിക്കറിഞ്ഞൂടാ. ഉള്ളത് പിണറായി വിജയൻ പറയാതിരിക്കുന്നത് എങ്ങനെ? അദ്ദേഹത്തിന് മുമ്പിൽ കിട്ടുന്ന കൃത്യമായ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ മീഡിയ വൺ ഇന്നലെ ചോദ്യമുണ്ട്. നിങ്ങൾ മലപ്പുറം മാത്രം എന്തുകൊണ്ട് പറഞ്ഞു? മലപ്പുറമാണ് പ്രശ്നം. മലപ്പുറത്ത് പിടിക്കുന്നു എന്നാണ് അൻവർ പറയുന്നത്. മലപ്പുറത്ത് കള്ളക്കടത്തുകാരുടെ സ്വർണം പോലീസ് അടിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മലപ്പുറത്തെ കണക്ക് പറയണ്ടേ? മലപ്പുറത്തെ കുറിച്ചാണ് ഇതിൻ്റെ ഫോക്കസ് പോയിന്റ് ആയിട്ട് മലപ്പുറത്തെ കൊണ്ടുവന്നത് അൻവറാണ്. അപ്പോൾ മലപ്പുറത്തിന്റെ കണക്ക് ആണ് പറയേണ്ടത്. തിരുവനന്തപുരത്തിന്റെ കണക്ക് പറഞ്ഞാൽ പോരോ? മലപ്പുറത്തിന്റെ കണക്ക് തന്നെ പറയണം. രണ്ട് കാരണം. ഒന്ന്, മലപ്പുറത്തിന്റെ MLA ആണ്. അദ്ദേഹം കുറച്ചു കാലമായി ഈ മലപ്പുറത്തെ ഒരു പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ തന്നെ ഒരു സെന്റിമെന്റ്സ് ഉയർത്തിപ്പിടിക്കുന്നതായിട്ട് അദ്ദേഹം നടിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഉത്തരവാദി എനിക്ക് തോന്നുന്നത് അൻവറിനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അൻവറിൻ്റെ എല്ലാ ഇഷ്യൂസിലും അൻവറിനെ പൊക്കിക്കൊണ്ടുവന്ന് ഇഷ്യൂസ് ഉണ്ടാക്കിയ ഒരു മീഡിയ വണ്ണാണ്. മീഡിയ വണ്ണ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അവിടെ മാത്രമല്ല കേട്ടോ, അവർ ഈ കേരളത്തിലെ ഈ ഒരു ഡിവൈഡ് ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതാണ് മുഹമ്മദ് റിയാസ് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിന്റെ പിന്നിൽ. ആലോചിച്ചു, ആര്? ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിന്റെ പിന്നിലെന്ന് മുഹമ്മദ് റിയാസ് ഇപ്പോൾ പറഞ്ഞു. 100% ശരിയാണ്. ആ ആർഗ്യുമെന്റ് കറക്റ്റാണ്. കാരണം വലിയ തോതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അവിടെ മാത്രമല്ല, ഇത്തരം ഇഷ്യൂസിലൊക്കെ തന്നെ അതിങ്ങനെ കമ്മ്യൂണലായിട്ട് ഒരു ഡിവൈഡ് ഉണ്ടാക്കുന്നതിൽ എല്ലാ ഇഷ്യൂസിനെയും ഒന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മുസ്ലിം പക്ഷത്തെ പരോക്ഷമായിട്ടെങ്കിലും മുസ്ലിങ്ങളെ പരോക്ഷമായിട്ട് ബാധിക്കുന്ന ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ഇസ്ലാമോഫോബിക്കാണ്. മുസ്ലിങ്ങളെ അനുകൂലിക്കുന്ന എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു തരത്തിൽ ഈ സത്യസന്ധമായി ബൂസ്റ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. അൻവർ ഇതിൽ സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. പിണറായി വിജയൻ്റെ കേസിൽ ഭരണകൂടത്തിൻ്റെ തലവൻ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങളെ നമുക്ക് ചോദ്യം ചെയ്യാനും സംശയിക്കാനും പത്രങ്ങളൊക്കെ അതിന് ബാധ്യതയുണ്ട്. അദ്ദേഹം ക്ലാരിഫൈ ചെയ്യട്ടെ, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ EN മോഹൻദാസിനെ കുറിച്ചൊക്കെ, EN മോഹൻദാസിനെ മലപ്പുറത്തുകാർക്ക് എത്ര കാലമായിട്ട് അറിയുന്നതാണ്. ആ മനുഷ്യൻ ഒറ്റയടിക്ക് അൻവറിന് ഒറ്റ തെളിവാക്കിയപ്പോൾ അറിയുള്ളൂ. അവൻ തനിച്ച് RSS ആണ്. പണ്ടങ്ങനെയാണല്ലോ, തനി തെമ്മാടിയാണ് എന്ന് പറയുന്നത് പോലെ മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട തെറിവാക്കായിട്ട് RSS മാറിയിട്ടുണ്ട്. സാറിന് അറിയുമെന്നറിയില്ല, ഞങ്ങളൊക്കെ കഴിഞ്ഞ കുറേ കാലമായിട്ട് കേൾക്കുന്നത്, ഇപ്പോൾ ABC ന്യൂസിൽ വാർത്തയിൽ ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ബോധ്യപ്രകാരം പറയുന്നത്, നിങ്ങളാരും എഡിറ്റ് ചെയ്യാൻ വരാറില്ലല്ലോ, ഇന്നത് പറയണം, ഇഷ്ടമുള്ളത് പറയാനാണ് ഞങ്ങളോട് പറഞ്ഞല്ലോ. അതനുസരിച്ച് പറയുമ്പോൾ ABC ന്യൂസിൽ വന്നാൽ, അല്ലെങ്കിൽ എന്നോട് ഞാനിപ്പോൾ സംഘപരിവാർ സംഘടനകളെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് വിളിച്ചാൽ, ഒരു സെമിനാറിന് വിളിച്ചാൽ, ഞാൻ അവിടെ പോകുന്നു, എൻ്റെ നിലപാട് പറയുന്നു, ഉടനെ ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന ഒരു ചാപ്പ സംഖ്യന. അത് എത്ര പേര് അങ്ങനെ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ആലോചിക്കുമ്പോൾ ഇസ്ലാമിക് ഫണ്ടമെൻ്റൽസിനെ ചരിത്രത്തിൽ എന്നൊക്കെ ആരൊക്കെ വിമർശിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ കിട്ടിയ, ഇപ്പോഴല്ല, ലോങ് ബാക്ക് ടു ഹിസ്റ്ററി,
അന്ന് കിട്ടിയ ആദ്യത്തെ തെറിവാക്ക് കാഫർ എന്നായിരുന്നു. കാഫർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അഭിമാനത്തോടെ കാഫർ എന്ന ചാപ്പ ഏറ്റുവാങ്ങിയ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ മലയാളി. അന്ന് ഈ സംഘി എന്ന വാക്കില്ല. ഇപ്പം ആരെയും കാഫർ എന്ന് വിളിക്കാറില്ല. കാഫർ എന്ന് വിളിച്ചാൽ അതെന്തോ അങ്ങനെയല്ലോ, കുഴപ്പമാണെന്നറിയാം, വലിയ കുഴപ്പമാണെന്നറിയാം, അപകടമാണെന്നറിയാം. അതുകൊണ്ട് ഇപ്പോൾ വിളിക്കുന്നത് എളുപ്പമുള്ള പണി സംഘീന്ന. ആരെയെന്ന് ആലോചിച്ച് നോക്കൂ. പുള്ളും എനിക്ക് തോന്നുന്നു ഇ എൻ മോഹൻദാസിനെ പോലെ ഒരു സഖാവിനൊക്കെ എന്ത് തെറി വേണമെങ്കിലും അദ്ദേഹം നേരിടും. പക്ഷേ അദ്ദേഹത്തെ ജീവിതത്തിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ജീവിച്ച് ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നു എന്നല്ലാതെ എന്ത് കുറ്റത്തിനാണ് അദ്ദേഹത്തെ സംഘി എന്ന് വിളിക്കുന്നത്? എന്ത് ന്യായമാണ് ആ പറയുന്നതിലുള്ളത്? വേറെ എന്ത് വേണമെങ്കിലും ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ വിമർശിച്ചോട്ടെ, പക്ഷേ ആ മനുഷ്യന് നേരെ പ്രയോഗിക്കാവുന്ന ഏറ്റവും വൃത്തികെട്ട തെറിയല്ലേ. എന്നോട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പറയാറുണ്ട് സാറേ, ഒരു സങ്കടം പറയാറുണ്ട്, പ്രത്യേകിച്ച് അമുസ്ലിം സുഹൃത്തുക്കൾ മലപ്പുറത്തെ. മാഷെ മിണ്ടിക്കൂടാ, ഇസ്രായേൽ പ്രശ്നത്തിലും അഭിപ്രായം പറഞ്ഞാൽ ഹമ്മാസിനെ അനുകൂലിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ സംഘിയായി. എന്നിട്ട് എന്നോട് പറയും, മാഷക്ക് സംഘി എന്നുള്ള ആരോപണം കേൾക്കാം, മാഷ അതല്ല എന്നും ആവില്ല എന്നും അറിയാം, പക്ഷേ അത് വേറൊരാളെക്കുറിച്ച് പറയുമ്പോൾ, ഒരു സുരേഷിനെ കുറിച്ചോ മത്തായിയെക്കുറിച്ചോ കുര്യനെക്കുറിച്ചോ പറയുമ്പോൾ പ്രശ്നമാണ്. അവരെ സംഘീന്ന് മുദ്രയടിച്ച് അവർക്ക് നോവും. കാരണം അവർ പറഞ്ഞിപ്പോൾ നോവൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ സംഘീയാടാന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ പറയുന്നു ആളുകൾ സ്വാഭാവികമായിട്ട് പറഞ്ഞു തുടങ്ങില്ല സാറേ. ഇതിലിപ്പോൾ ഈ സംഘപരിവാറിനെ കേരളത്തിൽ വളർത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണ്? ഒന്ന്, കേരളത്തിലെ ഇടതുപക്ഷം തീരുമാനിച്ചു അവരെ കൊന്നു തീർത്ത് കളയാം. അവിടെ നിന്നാണ് സാർ ഇവർ വളരാൻ തുടങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കണ്ണൂർ എന്തുകൊണ്ട് ഇങ്ങനെയായിത്തീരുന്നു? എന്തുകൊണ്ട് പിണറായി വാർഡിൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടുന്നു? ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവരെ ബഹിഷ്കരിച്ച് കളയാം. മൂന്നാമത്തെ കാര്യം, അറിയാതെ പോലും RSS ആയിട്ടില്ലാത്ത ആളുകളെ, BJP ആയിട്ടില്ലാത്ത ആളുകളെ വസ്തുനിഷ്ഠമായി ഒരു ഇഷ്യൂവിൽ നിലപാട് പറഞ്ഞാൽ ഉടനെ സംഘി എന്ന് ചാർത്തി കൊടുക്കുന്നു. സാർ ഈ പറഞ്ഞ അവൻ്റെ ഉള്ളിൽ ഈ വികാരം വരുമല്ലോ. അങ്ങനെ ആണെങ്കിൽ ഇപ്പം അങ്ങോട്ട് ആയാലെന്താ? അങ്ങനെ ഒരുപാട് വരാവുന്നുണ്ട്, ആളുകൾ അങ്ങനെ ആയിത്തീരുന്നുണ്ട്. കാരണം അവർ പറയുന്നത് ഞാൻ നേര് പറഞ്ഞപ്പോഴല്ലേ സംഘി, അപ്പോൾ നേര് പറയുന്നവനാണല്ലേ സംഘി എന്നൊരു തോന്നൽ വരും. യഥാർത്ഥത്തിൽ സംഘപരിവാറിനെ ഞാനൊക്കെ സ്നേഹപൂർവ്വം എൻ്റെ എല്ലാ സംഘപരിവാർ സുഹൃത്തുക്കളോടും ആ കാര്യത്തിൽ ഇന്ന നിലപാടല്ലേ ശരി എന്ന് ചോദിക്കുന്ന ഒരാളാണ്. അവനെ മനുഷ്യനായി എൻ്റെ കൂടെ നിർത്തി സ്നേഹിച്ച് അവൻ്റെ സ്നേഹവും സൗഹൃദവും ഏറ്റുവാങ്ങിയിട്ടാണ് ഞാൻ ചോദിക്കുക. പക്ഷേ ഞാനല്ല, സംഘപരിവാറിനോട് സ്നേഹപൂർവ്വം അവരെ മനുഷ്യനായി പരിഗണിച്ച് ജനാധിപത്യ മര്യാദ കാണിക്കുന്നവരല്ല സംഘപരിവാർ വളർത്തുന്നത്, ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നവരാണ്. അവർക്ക് അവരുടെ ജനാധിപത്യപരമായ അവകാശപ്രകാരം ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അനുഭാവം പുലർത്തി എന്ന കുറ്റത്തിന് അവരെ മനുഷ്യവിരുദ്ധരാക്കി തീർക്കുക, അവർ അതാണ് ആദ്യം വിളിക്കുക, അതാണ് അവരെ രാജ്യദ്രോഹികളാക്കി തീർക്കുക. ഇങ്ങനെ ആക്കി തീർക്കുന്ന വെറുപ്പിന്റെ ഫലം കൂടിയാണ് കേരളം. ഇതിപ്പോൾ എനിക്ക് ഇന്നലെ മീഡിയ വൺ കണ്ടപ്പോൾ അൻവറിൻ്റെ പ്രസ്താവനകളുടെ കാതൽ എന്ന് പറയുന്നത് മലപ്പുറത്തെ ഹവാല പണത്തെക്കുറിച്ചും കള്ളക്കടത്തിനെക്കുറിച്ചും മുഖ്യമന്ത്രി സംസാരിക്കുന്നതാണ്. മലപ്പുറത്തെ ഹവാലയും കള്ളക്കടത്തിനെയും പോലീസ് ചെറുക്കുന്നതാണ് അൻവറിൻ്റെ പ്രശ്നം. അത് ആരുടെ ഉത്കണ്ഠയാണ് സാറേ? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, സത്യസന്ധരായി സാധുക്കളായിട്ട് 5 നേരം നിസ്കരിച്ച് പ്രാർത്ഥിച്ചിട്ട് ഭൂമിയിലെ എല്ലാ അയൽക്കാരെയും ചേർത്ത് പിടിച്ചിട്ട് ഒരുമിച്ച് സമാധാനപൂർവ്വം ജീവിക്കുന്ന, താരതമ്യേന രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമങ്ങളും കൂടി കുറഞ്ഞൊരു ജില്ലയാണ് മലപ്പുറം. സാറിന് അറിയാലോ മലപ്പുറത്തെ സമാധാന പ്രേമികളായ മലപ്പുറത്തെ മുസൽമാന്റെ വികാരമേ അല്ല അൻവർ പറയുന്നത്. കാട്ടുകള്ളന്മാർ, കള്ളക്കടത്തുകാർ, എന്തിനേറെ സാർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവിടെ കടത്തുന്നത്. എനിക്കിപ്പോൾ ഈ ഹവാല പണവും കള്ളക്കടത്ത് സ്വർണ്ണമൊന്നും എൻ്റെ മുമ്പിൽ ഒരു കൺസേൺ അല്ല. ഇപ്പോൾ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത്, അതിൽ തന്നെ മഹാഭൂരിപക്ഷം, കുറച്ച് 1-2 കേസിൽ ബംഗാളികൾ ഒഴിച്ചാൽ പിടിക്കപ്പെടുന്നത് മുഴുവൻ മുസ്ലിം ചെറുപ്പക്കാരാണ്. എന്താ കേസ് എന്നറിയോ? ഡ്രഗ് മയക്കുമരുന്ന് കടത്ത് കേസിൽ പിടിക്കപ്പെടുമ്പോൾ ആ കേസിലെ പ്രതി ആരാണെന്ന് നോക്കിയിട്ട് മുസ്ലിമാണ്, അതുകൊണ്ട് അത് പറയാൻ പാടില്ല. വൃത്തികേടാണ്. എനിക്ക് തോന്നുന്നത് ഇത് അൻവറിന്റെ മാത്രം കൺസേൺ ആണ്. കാരണം ഈ കടത്തിന്റെ ഒക്കെ പങ്ക് പറ്റിയിരുന്ന ഒരാൾ അൻവർ ആയിരിക്കണം. അതിലെവിടെയോ വെച്ച് ആ കച്ചവടത്തിന്റെ പങ്കിൽ അൻവറിന് പോകുന്നതിൽ കുറവ് വരുത്തിയ ഒരു ശക്തി ഒരു പക്ഷേ P ശശി ആവാം, അജിത് കുമാർ ആവാം, സുജിത് ദാസ് ആവാം. ഇതായിരിക്കണം ഇതിൽ. ഇത് അൻവറിന്റെ മാത്രം കൺസേൺ ആണ്, മലപ്പുറത്തിന്റെയോ മുസൽമാന്റെയോ കൺസേൺ ആണ്. മുഖ്യമന്ത്രി പരോക്ഷമായി അത് പറഞ്ഞു എന്നതിന്റെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ ചന്ദ്രഹാസ് നടക്കുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ റിയാസ് മിനിസ്റ്റർ പറഞ്ഞത് ആ അർത്ഥത്തിൽ ശരിയാണ്. ഇത് ഏറ്റെടുക്കേണ്ടത് മലപ്പുറത്തുകാരാണ്. മലപ്പുറത്തെ ജനതയും മലപ്പുറത്തെ മുസൽമാനും ഏറ്റെടുക്കണം. അൻവർ ഈ ഉയർത്തുന്ന പ്രശ്നമൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല, മുസൽമാൻ്റെ പ്രശ്നമല്ല, മലപ്പുറത്തിൻ്റെ പ്രശ്നമല്ല. ഇത് ഇവിടുത്തെ ക്രിമിനൽ മാഫിയയുടെ പ്രശ്നമാണ്. അത് അൻവറിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ അൻവർ തീർത്തുകൊള്ളണം എന്ന് മലപ്പുറത്തെ മുസൽമാന്മാരും മുസ്ലിം സംഘടനകളും
വളരെ വളരെ ഒരുമയോടുകൂടി പറയേണ്ട സമയം. ഇത് അതിന്റെ സമയം- മുഖ്യമന്ത്രിയെ രക്ഷിക്കാനോ CPM രക്ഷിക്കാനോ സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിക്രമിച്ചിരിക്കുന്നു. അൻവർ ഒരു വിഷവൃക്ഷമായി പതുക്കെ വളരുകയാണ്. അൻവർ എല്ലാവർക്കും എതിരാണ്. അൻവറിന് എന്താണ് അൻവറിന്റെ എന്നെങ്കിലും അൻവർ ഇത്ര ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു കൺസേൺ അൻവറോ അൻവറിന്റെ കുടുംബമോ പോലും ഉയർത്തിയിട്ടില്ല. ഒരു കമ്മ്യൂണലും അല്ല. അൻവറിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഫ്യൂഡൽ അംശങ്ങളൊക്കെ ധാരാളമുണ്ട്. ഈ കൊല്ലും കൊലയും ഒക്കെ അവരുടെ ചരിത്രത്തിലുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് ഇപ്പം അൻവർ ആളുകളെ പേടിപ്പിക്കേണ്ട. ആ കാലം കഴിഞ്ഞു എന്ന് അൻവർ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം. അത്ര തന്നെ അൻവറിൻ്റെ ചരിത്രത്തിൽ പോസിറ്റീവായൊരു കാര്യമുണ്ട്. അത് അൻവർ പറയുന്നില്ല. അതെന്താണെന്നറിയോ? അവർ സെക്കുലറാണ് ആ കുടുംബം. അൻവർ ഇപ്പം കളിക്കുന്നത് ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ സാർ. അൻവർ ഇപ്പം കളിക്കുന്നത് കുടുംബത്തിൻ്റെ കൂടി പേര് ചീത്താക്കുന്ന കളിയാണ്. അൻവർ പറയുന്നുണ്ടോ PV ഷൗക്കത്ത് അലി AICC പ്രസിഡൻ്റായിരുന്നു, ജവഹർലാൽ നെഹ്റു വന്ന വീടാണ്, ഒക്കെ ശരിയാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പാരമ്പര്യമാണോ ഈ മുസ്ലിം സമുദായത്തെ ഇക്ലിപ്പെടുത്തിക്കൊണ്ട് തൻ്റെ പൊളിറ്റിക്കൽ സ്കോർ, തൻ്റെ ബിസിനസ് സ്കോർ അത് തീർക്കാൻ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മറയാക്കി പിടിക്കുക? ഇതൊരു ഹമ്മാസ് തന്ത്രമാണ്. അതെ, തീർച്ചയായും ആ തന്ത്രമാണ് കയറ്റുന്നത്. മാത്രമല്ല ഒരു കാര്യം ഉറപ്പിച്ചോളൂ സാറേ, ഉള്ളിൽ വിശ്വാസമില്ലാതെ ആരാണ് മതത്തിന് വേണ്ടി ഒരു രാഷ്ട്രം ചോദിച്ചു വാങ്ങിപ്പോയത്? എപ്പോഴെങ്കിലും മതവിശ്വാസമുള്ളവനാണോ? അതുകൊണ്ട് മതവിശ്വാസം ആത്മാർത്ഥമായിട്ടില്ലാത്തവൻ ഒരു ക്രൈസിസിൽ പിടിക്കപ്പെടുമ്പോൾ തൻ്റെ ബിസിനസ് പൊട്ടിക്കുക. ഇന്നിപ്പോൾ നിലമ്പൂരിൽ അൻവറിൻ്റെ ഒരു സുഹൃത്തിട്ട പോസ്റ്റ് ഞാൻ കണ്ടു. അൻവറിൻ്റെ യഥാർത്ഥ പ്രശ്നം എക്കണോമിക്കാണ്, പൊളിറ്റിക്കൽ അല്ല. അതെ, അൻവർ ഈ പൊളിറ്റിക്സിൽ വന്നിട്ട് കാണിച്ച അബദ്ധം. അൻവറിന് ബാപ്പ ഉണ്ടാക്കി വെച്ച സ്വത്ത് കൊണ്ട് മാന്യമായി ഇൻവെസ്റ്റ് ചെയ്ത് നല്ല ബിസിനസ്മാനാകാൻ പറ്റിയിട്ടില്ല. അൻവർ ചെയ്ത ബിസിനസ് മുഴുവനും പരാജയമാണ്. അതുകൊണ്ട് സാമ്പത്തികമായി അടിഞ്ഞു തീരുമ്പോൾ ഈ രാഷ്ട്രീയത്തിലെ കള്ളന്മാരും രാഷ്ട്രീയത്തിലെ കപടന്മാരും കച്ചവടത്തിലെ പരാജിതരും ഒരുമിച്ച് പ്രയോഗിക്കുന്ന ഒടുവിലത്തെ തന്ത്രമാണ് മതം. അതുകൊണ്ട് അൻവർ എന്ന കച്ചവടക്കാരൻ്റെ ഈ തന്ത്രമുണ്ടല്ലോ, അത് മലപ്പുറത്തിനോടും മുസ്ലിം സമുദായത്തോടും വേണ്ട എന്ന് പറയാൻ കേരളം ഉണരേണ്ട സമയം കഴിഞ്ഞിട്ട്. അല്ല, മറ്റൊന്നുകൂടിയുണ്ട്. അൻവർ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 100 വർഷം പിന്നിടുന്ന പാർട്ടിയാണ്. 100 വർഷമാകാൻ പോകുന്നു. CPM പിന്നീടുണ്ടായ CPMൻ്റെ കൂടെ ചരിത്രം അതുകൂടിയാണ്. ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകെ അപജയമാണ്. ഞാൻ മാത്രമാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. അതുകൊണ്ട് ചുറ്റും കൂടി നിൽക്കുന്നവരെ സഖാക്കളെ, നിങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരവതാരമാണെന്നൊക്കെയാണ് ഈ മനുഷ്യൻ പറയുന്നത്. ലജ്ജ തോന്നുന്നില്ലേ? അതെ, അത് തീർച്ചയായിട്ടും ലജ്ജിക്കേണ്ടതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഈ കർമ്മഫലം എന്ന് പറയില്ലേ, CPM ഇതൊക്കെ ചില സമയത്ത് കിട്ടണം. കാരണം CPM ഇതിനു മുമ്പ് ഈ കച്ചവടം തുടങ്ങിയത് ഈ പുത്തൻ പണക്കാരുമായിട്ടുള്ള പണക്കാരോട് മൂലധനവുമായുള്ള ബാന്ധവം തുടങ്ങി. ഒന്ന്, മതമൗലികവാദികളുമായിട്ടുള്ള വോട്ട് ബാന്ധവവും തുടങ്ങി. അപ്പോൾ പണവും ഫണ്ടമെന്റലിസവും ഒരേ സമയത്ത് CPM വഴിവിട്ട മാർഗത്തിൽ സ്വന്തം ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. രണ്ടും ദയനീയമായ പരാജയം. CPMൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രശ്നമാണ്. പക്ഷേ പിരിവെടുക്കാൻ പോകുമ്പോൾ പോലും പണം വന്ന വഴി അന്വേഷിക്കണമെന്ന് AKG പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ഫണ്ട് പിരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ബ്രാഞ്ചുകൾ ചേരണം, എന്നിട്ട് പിരിക്കേണ്ടവരിൽ ലിസ്റ്റ് ഉണ്ടാക്കണം. അവൻ്റെ പണം നേരായ മാർഗത്തിൽ ഉണ്ടാക്കിയതാണോ ഉണ്ടെങ്കിൽ മാത്രമേ, നല്ല സോഴ്സ് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ സംഭാവന പോലും പിരിക്കാവൂ. ആ പാർട്ടിയാണ്. പക്ഷേ ഇവർ ആദ്യത്തെ ഇടപാടിൽ രക്ഷപ്പെട്ടു പോയത്, ആദ്യത്തെ ഇടപാട് മഞ്ഞളാംകുഴി അലിയുമായിട്ടായിരുന്നു. അലി മാന്യനായ കച്ചവടക്കാരനായതുകൊണ്ട് അമാന്യമായി പെരുമാറിയില്ല. ഇവരോട് ഒരു വർഗീയതയെ ആരോപിച്ചില്ലല്ലോ, എന്നെ നിസ്കരിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി. അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ സ്കോറാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പണം ചെലവാക്കുകയും മത്സരിക്കുകയും മുസ്ലിം ലീഗിൻ്റെ 2 സീറ്റുകൾ നിരന്തരമായി പിടിച്ചെടുക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ട മാന്യമായ പരിഗണന കൊടുത്തില്ല. രണ്ടാമത്തെ മൂന്നാമത്തേക്ക് തവണയാകുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മലപ്പുറത്തുനിന്ന് ഒരു മന്ത്രി പ്രാതിനിധ്യം ഉണ്ടാവുമല്ലോ, അത് കൊടുത്തില്ല. അദ്ദേഹം VS-ൻ്റെ ആളായിരുന്നു. അതായിരുന്നു കുറ്റം. ആ കുറ്റത്തിന് അദ്ദേഹം മാന്യമായി മുസ്ലിം ലീഗിലേക്ക് പോവുകയും സമാധാനമായിട്ട് ഇറങ്ങിപ്പോവുകയും ഒരാളെയും കുറ്റപ്പെടുത്താതെ പോവുകയും ചെയ്തു. അതുകൊണ്ട് മഞ്ഞളാംകുഴി അലി ആ അർത്ഥത്തിൽ ഇന്നുണ്ടാക്കുന്ന കോലാഹലത്തിന്റെ അർത്ഥത്തിൽ CPM-ന് അപകടം ഉണ്ടാക്കിയില്ല. എന്തുകൊണ്ട്? അത് അലിയുടെ നന്മയാണ്, CPM-ന്റെ അല്ല. പക്ഷേ അൻവറിനോട് കളിച്ചപ്പോൾ ഈ മാതിരിക്കാരുടെ ജനറ്റിക്കൽ ക്വാളിറ്റിയോ അല്ലെങ്കിൽ അത് അവരുടെ അല്ല, നമുക്ക് താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഏത് കൊടിയ വിഷത്തിനെയും ഏത് കൊടിയ വർഗീയതയും വാരി പുണരാം എന്ന് കരുതുന്ന ഒരു സ്ട്രാറ്റജി CPM സ്വീകരിച്ചിരുന്നു. അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. CPM അതിൽ വേദന, ആ അർത്ഥത്തിൽ CPM ആ വേദന അർഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഈ ഗെയിമിൽ അൻവർ വിൻ ചെയ്യില്ല എന്നതുകൊണ്ട് അൻവറിന് വിൻ ചെയ്യാൻ സാധിക്കില്ല. അൻവർ ഇപ്പോൾ കാണിക്കുന്നത് ഈ അണയാൻ പോകുന്ന ഒരു സാധനത്തിന് അല്ല. അൻവർ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? CPM കേരളത്തിലെ അതിശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്.
അതിനെ വന്ന് കടിച്ച് മുറിച്ച് പരിക്കേൽപ്പിക്കാമെന്ന് അൻവർ കരുതുന്ന അൻവറിന് എന്തൊക്കെ മനസ്സിന് മണ്ടത്തരമാണെന്നേ. മാനസിക പ്രശ്നം വല്ലതും മാനസികമായ പ്രശ്നം മാത്രമല്ല, മന്ദബുദ്ധിയുടെ ഒരു തലത്തിലാണ് അൻവർ എന്നും നിന്നിട്ടുള്ളത്. സാറിന് ഓർമ്മയില്ല അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അതിൻ്റെ തുടർച്ചയാണ്. അതിനിടയിൽ ഈ പറഞ്ഞ ഒരു 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 നമ്മുടെ മീഡിയ ഉണ്ടാക്കി വെച്ച ഒരു സംഘി ഫോബിയ പൊളിറ്റിക്സ് നന്നായി എടുത്ത് പയറ്റിക്കളയാമെന്ന് അൻവർ തോന്നുന്നു. ഞാൻ എന്തൊക്കെയോ ആണെന്ന് പ്രൈം ടൈം ഡിബേറ്റുകൾ പോലും മാറ്റിവെച്ച് ചാനലുകൾ എൻ്റെ മുന്നിലേക്ക് വരുന്നു. ഇന്നലെ വരെ എന്നെ തെറി പറഞ്ഞ ചാനലുകൾ വരെ. അതിന് അൻവർ തന്നെ തിരിച്ചറിയാൻ പോവുകയാണ്, കേരളം തിരിച്ചറിയാൻ പോവുകയാണ്, ഈ മീഡിയ അവർക്ക് പറ്റിയ അക്കിടി തിരിച്ചറിയാൻ പോവുകയാണ്. അൻവർ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അദ്ദേഹം തിരിച്ച് പലതും കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച്. എന്ത് വന്നാലും അൻവറിനെ ഈ ഒരു ഏതാനും ദിവസത്തെ കോലാഹലത്തിൽ അൻവർ ഇപ്പോൾ എവിടെ നിന്നൊക്കെയാണ് ആളെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ എവിടെ നിന്നൊക്കെയാണ് വണ്ടികൾ വന്നതെന്ന് ആളുകൾക്ക് തന്നെ അറിയില്ല. കാരണം അൻവറിൻ്റെ സകലമായ ബിസിനസ് ബന്ധങ്ങളും രക്ഷിക്കണേ എന്ന ഒരു നിലവിളി SOS ആണ്, സന്ദേശങ്ങളാണ് പോയത്. അവിടെ നിന്നൊക്കെയാണ് ആളുകൾ കൂലിക്ക് വന്നിട്ട് അവിടെ ആർത്തലച്ചത്. അതിൻ്റെ പുറമെ സ്വാഭാവികമായിട്ടും ലീഗ് കോൺഗ്രസ് അണികളും ചെന്ന് കൂടി നിന്ന് കൊടുത്തിട്ടുണ്ട്. കൗതുകത്തിനും പിന്നെ പൊളിറ്റിക്കലായിട്ട് അവർക്കൊരു ഗെയിനാണ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കൂട്ടർ CPM-ൽ നിന്ന് ഈ പറഞ്ഞ നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടില്ല, CPM-നകത്ത് രാഷ്ട്രീയത്തെക്കാൾ മതം കൊണ്ട് നടക്കുന്ന ഒരു ചെറിയ സമീപകാലത്ത് വന്നു കയറിയ അതാണ്. അവർ അനുഭാവികൾ മാത്രമേ ഉള്ളൂ. അതുപോലും മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ ശതമാനം അൻവറിന്റെ കൂടെ ഉണ്ടായേക്കാം. അൻവറൊന്നും പക്ഷേ CPM-കാരൊന്നും അല്ല, അവർ മതവാദികൾ തന്നെയാണ്. മതവാദികളാണ്. പറ്റിയ പാർട്ടി ഇതായതുകൊണ്ട് ഇവിടെ വന്ന് കയറി. പിന്നെ അൻവറിന്റെ കൂടെ നിൽക്കാൻ അൻവർ നിൽക്കുമോ എന്നാണ് എനിക്ക് സംശയം. അൻവറിന് ഈ കച്ചവടത്തിൽ ഇനി എന്താണ്, എവിടെ നിന്നാണ് വരുമാനം, എന്താണ് വരുമാനം, അത് ആലോചിക്കേണ്ട ഗെയിമാണ്. അപ്പോൾ അൻവർ പോലും നിൽക്കാത്തൊരു അടുത്ത് ഈ പറഞ്ഞ അനുയായികളൊന്നും വന്ന് നിൽക്കില്ല. കുറച്ച് ദിവസത്തെ ഒരു നാടകം മാത്രമാണ്. ഏതായാലും വല്ലാത്തൊരു അശ്ലീല നാടകമാണ്. ഈ നാടകം ഇനി അധികകാലം തുടരുന്നത് കേരളത്തിന് നല്ലതല്ല. യാതൊരു സാധ്യതയില്ല, തുടരാനും സാധ്യതയില്ല. അതിവേഗത്തിൽ കെട്ടടങ്ങും. തീർച്ചയായിട്ടും നമ്മളെ മീഡിയക്ക് പുതിയൊരു ഇഷ്യൂ കിട്ടിയാൽ കുറച്ച് ദിവസം ഓടും. കാരണം കള്ളക്കടത്തുകാരുടെയും ഹവാലക്കാരുടെയും ഒക്കെ ശബ്ദം ഇതുപോലെ രാഷ്ട്രീയമായി ഉയർന്നു കേട്ടൊരു സമയം. ഞാനൊരു മീഡിയ ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കട്ടെ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ അൻവറിനെ ഇത്ര ബൂസ്റ്റ് ചെയ്യാൻ നെറികെട്ട വിലകെട്ട ഏർപ്പാട് കേരളത്തിലെ മീഡിയ സ്വീകരിക്കുമ്പോൾ ഈ മീഡിയയിലൊക്കെ നല്ലൊരു ശതമാനം പെയ്ഡാണോ? പെയ്ഡല്ല. കാരണം ഈ പ്രൈം ടൈം എന്ന് പറയുന്ന സാധനമുണ്ടല്ലേ, റേറ്റിംഗ് ഒരു വലിയ പ്രശ്നമാണ്. കാരണം നാളെ മറ്റൊരു സാധനം വരട്ടെ, എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു വീട്ടിൽ അമ്മായിയമ്മ ഒരു മരുമകളെ ഇടിച്ചെന്നൊരു പരാതി വരട്ടെ, അൻവറിനെ വിട്ടിട്ട് അടുക്കളയിലേക്ക് പോകും. അത്രയേ ഉള്ളൂ. ശരി, നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.